അനിൽകുമാർ തന്ത്രിക്കെതിരായ ഗൂഢനീക്കത്തിൽ നിയമ പോരാട്ടം. ശ്രീനാരായണ വൈദിക സംഘം രംഗത്ത് വന്നു. പനങ്ങാട് ഉദയത്തും വാദിക്കൽ ശ്രീ ഖണ്ഡാകർണ ദേവി ക്ഷേത്രത്തിലെ ക്ഷേത്രാചാര്യൻ എരമല്ലൂർ അയോധ്യ വീട്ടിൽ അനിൽകുമാർ തന്ത്രിയെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ ചിലർ നടത്തുന്ന നീക്കം നിന്ദ്യമാണെന്ന് ശ്രീനാരായണ വൈദിക സംഘം കേന്ദ്ര കമ്മിറ്റി ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ ആരോപിച്ചു. ഷണ്ടാധാരത്തോടുകൂടി പ്രാണപ്രതിഷ്ഠ നടത്തിയ തന്ത്രിയെ പൊതുസമൂഹത്തിന് മുന്നിൽ അപമാനിതനാക്കാനാണ് ക്ഷേത്ര ഭരണസമിതിയിലെ ചിലരുടെ ശ്രമമെന്നും തന്ത്രിയെ മാറ്റുക, നമ്മുടെ ക്ഷേത്രങ്ങളിൽ തന്ത്രിയെ മാറ്റുക എന്ന് പറയുന്നത് ഇത് ഈ പനങ്ങാട് ഉദയത്തും വാതുക്കൽ ശ്രീ ഖണ്ഡാകർണ ദേവീക്ഷേത്രത്തിലെ ഭരണസമിതി ഇങ്ങനെ ചെയ്തത് അപലപനീയമാണ്. കാരണം എന്താ വെച്ചാല് ഒരു തന്ത്രിയെ മാറ്റുക അല്ലെങ്കിൽ പെട്ടെന്ന് തുണി മാറുന്നതുപോലെ തന്ത്രിയെ മാറ്റുക എന്ന് വെച്ചാൽ ഒരു ശ്രേഷ്ഠമായ കാര്യമാണെന്ന് വിചാരിക്കുന്ന ഒരു ഭരണസമിതി എന്നീ സമൂഹത്തില് ഉണ്ട്. അത് നമുക്ക് മാറ്റം വരുത്തണം. നമ്മുടെ ക്ഷേത്രങ്ങളുടെ ഐശ്വര്യം നിലനിർത്തണം. അദ്ദേഹമാണ് ഈ എരമല്ലൂർ അയോധ്യയിലെ ശ്രീ അനിൽകുമാർ തന്ത്രികളാണ് അവിടുത്തെ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠ കഴിച്ചത്. 40-ൽ പരം വർഷം ആ പനങ്ങാട് ദേശവുമായി ബന്ധമുള്ള എല്ലാ ഭക്തന്മാർക്കും എല്ലാ ജാതി മത വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള എല്ലാവർക്കും അംഗീകാരം ഉള്ള ഒരു തന്ത്രിയും കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ ഒരു ജ്യോത്സ്യനും ഒരു ആരോടും ഒരു അങ്ങനെയുള്ള ഒരു ജ്യോത്സ്യം വന്ന് നോക്കുകയും അതുപോലെ തന്നെ ഒരു തന്ത്രി യാതൊരു വിധേനയുള്ള ഒരു ഇതും കാണിക്കാതെ ഒരു തന്ത്രി വന്ന് ഒരു തന്ത്രിയെ മാറ്റാൻ തന്ത്രം ഏറ്റെടുക്കുക എന്നൊക്കെ പറയുന്നത് വളരെ മോശമായ കാര്യമാണ്. ഈ തന്ത്രി പുതിയ തന്ത്രി ഏറ്റെടുത്തിരിക്കുന്ന കാര്യം എന്ന് പറയുക ഇങ്ങനെ ഒരിക്കലും നമ്മുടെ ദേശത്തുണ്ടാകരുത്, നമ്മുടെ ക്ഷേത്രങ്ങളിൽ ഉണ്ടാകരുതെന്ന് മാത്രം അറിയിച്ചുകൊണ്ടും ശ്രീനാരായണ വൈദിക സംഘത്തിന്റെ അമർഷം ഇതിൽ അവർ വ്യക്തമാക്കി. ഭരണസമിതിയുടെ പേരിൽ ഒപ്പും പേരുമില്ലാത്ത നോട്ടീസ് മാത്രമാണ് അനിൽകുമാർ തന്ത്രിക്ക് നൽകിയതെന്നും ആലങ്ങാട് ലാൽജി ജോത്സ്യരുടെ താബൂല പ്രശ്നപരിഹാര ചാർട്ടിൽ തന്ത്രിയെ മാറ്റണമെന്ന് പറഞ്ഞതായി തെറ്റായ പ്രചരണം നടത്തുകയാണെന്നും ആരോപിച്ചു. വൈശാഖ് സൗമിത്രനെ പുതിയ തന്ത്രിയായി നിയമിക്കാനുള്ള നീക്കത്തെ തുടർന്നാണ് ഭക്തർ വിവരമറിഞ്ഞത്. നിരവധി സാമൂഹിക ആത്മീയ സംഘടനകളുടെ ഭാരവാഹിയായ അനിൽകുമാർ തന്ത്രി ജാതിമത ഭേദമന്യേ എല്ലാവർക്കും സ്വീകാര്യനാണെന്നും അദ്ദേഹത്തിന്റെ സൽപ്പേരിന് കളങ്കം ഉണ്ടാക്കാനുള്ള ബോധപൂർവം ശ്രമങ്ങളാണ് നടക്കുന്നതെന്നും ഭാരവാഹികൾ പറഞ്ഞു. സംഭവത്തിൽ കോടതി മുഖാന്തരം നിയമ നടപടികൾ ആരംഭിച്ചിട്ടുണ്ടെന്നും ശാസ്ത്രവിധിയും ക്ഷേത്രാചാര്യങ്ങളും അവഗണിച്ചാണ് ചിലർ വ്യക്തിപരമായ വിരോധത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തിക്കുന്നതെന്നും അവർ ആരോപിച്ചു. അനിൽകുമാർ തന്ത്രിക്കൊപ്പം നിയമപരമായി നിലകൊള്ളുമെന്ന് കണിച്ചുകുളങ്ങര സുരേഷ് തന്ത്രി, മാത്താനം അശോകൻ തന്ത്രി, ഷാജി അരവിന്ദൻ തന്ത്രി എന്നിവർ അറിയിച്ചു. മറ്റിതര ശാസ്ത്രങ്ങളോ ഒരിക്കലും അനുശാസിക്കുന്നില്ല. ആയതിനാൽ ഈ തന്ത്രിയെ അവിടെ സമുചിതമായ രീതിയിൽ ബഹുമാനത്തോടുകൂടി നിലനിർത്തി അതോടൊപ്പം തന്നെ ആ താന്ത്രികമായിട്ടുള്ള ചുമതലകൾ ഭംഗിയായിട്ട് നിർവഹിക്കുവാനായിട്ടുള്ള അവസരം ഉണ്ടാകാൻ വേണ്ടിയിട്ട് ശ്രീനാരായണ വൈദിക സംഘം എന്ന് പറയുന്ന 60 വർഷത്തിലധികം പ്രവർത്തന പരിചയമുള്ള സംഘടന ഒന്നടങ്കം ഈ ചടങ്ങിൽ പ്രതിഷേധിക്കുകയാണ്. ഇനിയും തുടർന്ന് അദ്ദേഹത്തിന്റെ കൂടെ നിയമപരമായിട്ടും അല്ലാതെയും നേരിടുവാനായിട്ട് താന്ത്രിക ശ്രീനാരായണ വൈദിക സംഘം കൂടെ ഉണ്ടാകും എന്നും ഈ അവസരത്തിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, അരൂർ.